ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഓക്കെ, ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇന്ന ദിവസം കടന്നു പോകുന്നത്? ഓക്കെ, ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ നിമിഷം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നതാണ്. ജനറൽ റീഡിംഗ് ആണ്, ഇത് പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് ഒന്നിലധികം എനർജി കടന്നു വരും. നിങ്ങളുടെ എനർജി മാത്രം എടുക്കുക, നിങ്ങളുടേതല്ലാത്തത് മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങളുടെ എനർജി വന്നിട്ടില്ല എങ്കിൽ വെയിറ്റ് ചെയ്യുക. അടുത്ത റീഡിങ്ങിൽ നിങ്ങളുടെ എനർജി കൂടി കാണുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? കറണ്ട് ഫീലിങ്സ് ആൻഡ് എനർജിയാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഓവറോൾ എനർജി ക്വീൻ ഓഫ് പെൻഡിക്കിളാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് പെൻഡിക്കിൾ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 10, 1, 5, 7, 2, 5, 8, 5, 9, 13, 2. ഓക്കെ, ഈ മാസമോ ഈ ഡേറ്റോ, മാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ അതേ ഡേറ്റിൽ മാസവും കൂടി എടുക്കുക. ഈ മാസമോ ഡേറ്റോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെസനേറ്റ് ആകുന്നോ എന്ന് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ദിവസം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയത്, നിങ്ങളുടെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി കടന്നു വന്ന ദിവസം ഒക്കെ ഇതുമായിട്ട് റെസനേറ്റ് ആകുന്നു എന്ന് നോക്കുക. ഇവിടെ എർത്ത് എനർജി, എയർ എനർജി, വാട്ടർ എനർജി വന്നിട്ടുണ്ട്. ജെമിനി, ലിബ്ര, അക്യൂറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ് വന്നിട്ടുണ്ട്. ഫയർ എനർജി ഇനി കാർഡ്സ് എടുക്കുമ്പോൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇന്നേ ദിവസം അല്ലെങ്കിൽ ഇന്നലെ, ഈ അടുത്ത ദിവസത്തെ എനർജി കൂടി ഇതിലത്ത് വരുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മെസ്സേജ്, ഫോട്ടോസ്, പഴയ കാര്യങ്ങളും നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ നിങ്ങളുടെ പേഴ്സൺ എടുത്ത് നോക്കുന്നുണ്ട്. 3 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോയതും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും ഡിന്നറിനോ മറ്റോ പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ച നിമിഷങ്ങൾ, അതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഓർക്കുകയുണ്ടായി. ഓക്കെ, എത്ര നല്ലതായിരുന്നു എന്നും നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയും അഫർമേഷൻ ചെയ്യുകയും ചെയ്തു. ഓക്കെ, അഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളെ വീണ്ടും ഓർത്തെടുക്കുന്നതിന് നമുക്ക് അഫർമേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നുണ്ട്. അവർക്ക് ആക്ഷനൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു നല്ല മൊമെൻറ്റ്സ് അവർ ഓർക്കുന്നുണ്ട്. എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ നല്ലൊരു ഫ്രണ്ടായിരുന്നു അവർക്ക് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തും ഷെയർ ചെയ്യാനും വളരെ സന്തോഷമായിരുന്നു നിങ്ങളോടൊപ്പം ഉള്ള നിമിഷങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, 5 ഓഫ് സോഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളെ പേഴ്സൺ നിങ്ങളെ പറ്റിച്ചു എന്ന് അവർക്ക് തന്നെ അറിയാം. മനഃപൂർവ്വമായിട്ടാണ് നിങ്ങളെ പറ്റിച്ചതെന്ന് നിങ്ങളുടെ പേഴ്സണ് അറിയാം. മറ്റ് ആൾക്കാരെ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ കളിപ്പിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളറിയാതെ ചെയ്ത പല കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സൺ അറിയാം. ഇത് ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങളോട് അവർ വാദിച്ചിരുന്നു. അവർ തെറ്റൊന്നും ചെയ്യുന്നില്ല, അവർ ഓൾറെഡി തെറ്റ് ചെയ്തെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയോ ചതിക്കുകയോ ചെയ്യുമെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ അടുത്ത് അവർ പ്രൂവ് ചെയ്യും. നിങ്ങളുടെ സംശയമാണ്, നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കുന്നതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ മനഃപൂർവ്വം തോൽപ്പിച്ചുകൊണ്ട് മാനസികമായി തകർത്ത് അവരെ തന്നെ ഉയർത്തി കാണിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് അവർ നല്ല ക്ലിയറാണ്, നിങ്ങളാണ് തെറ്റ്, നിങ്ങളുടെ ചിന്താഗതിയാണ് തെറ്റ് എന്ന് അവർ വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് അവർ മാറി നിന്ന് നോക്കും, പറഞ്ഞതെല്ലാം ഏറ്റിട്ടുണ്ടോ,
കാരണം അവർ ഏറ്റവും നല്ല വ്യക്തിയാകുകയും നിങ്ങളെ മോശക്കാരാക്കുകയും ചെയ്തിട്ട് ഈ റിലേഷനിൽ നിങ്ങളാണ് നിൽക്കാൻ യോഗ്യതയല്ലാത്തത്, നിങ്ങളെക്കൊണ്ട് തന്നെ ഈ റിലേഷനിൽ നിന്നും എന്നാൽ ശരി ഞാനും നിൽക്കുന്നില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല ഉപായങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം റിപ്പീറ്റായിട്ട് മനസ്സിൽ ഓർക്കുകയും നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്ന് അവർക്ക് സ്വയം ബോധമുണ്ട്. ഇനി അങ്ങനെ പാടില്ല, നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകണം, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ സ്നേഹിച്ചിരുന്നതെന്നും എന്നിട്ടും തിരിച്ചു കൊടുത്തത് ഒരു ചതിയായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. 7 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്നിലധികം കാര്യങ്ങളിലായിരുന്നു ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, പേജ് ഓഫ് വാൻസ് ആണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. ഒരുപാട് ഭ്രമത്തിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും ശരി, ചില അട്രാക്ഷനിലാണെങ്കിലും ശരി, സ്വന്തം നിലനിൽപ്പിന് അല്ലെങ്കിൽ സ്വന്തം വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ അവർ തള്ളിക്കളഞ്ഞ അവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ മറ്റു പല കാര്യങ്ങളെയും അവർക്ക് അവരുടെ മുന്നിലുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് അവർ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കാർമികമായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടി അവർ കടന്നു പോയതിന് ശേഷം അവർ സെലക്ട് ചെയ്തതായിട്ടുള്ള പല കപ്പുകളും പല വ്യക്തികളും അവർക്ക് ഒരു കാർമിക് സിറ്റുവേഷൻ ആയിരുന്നു. അവർക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടതായിട്ട് വന്നതുകൊണ്ട് ഈ ഒരു സമയം അവർ നിങ്ങളെ തിരിച്ചറിയുന്നു. നിങ്ങളെന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ആയിരുന്നു എന്നും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങൾക്ക് ചുറ്റും യൂണിവേഴ്സ് എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ തീർത്തിരിക്കുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിയുന്നു. നിങ്ങളിൽ വന്നു ചേർന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണ് ഇനി മുന്നോട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുകയും നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ പേജ് ഓഫ് വാൻസ് ആണ്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരുക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർത്ത് പോയ സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരിക്കലും നിങ്ങളിലേക്ക് എത്തരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പല പഴുതുകളും അവർ അടച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. കാരണം ഈ റിലേഷനെ അവർക്ക് വേണ്ട എന്നുള്ളത് തന്നെ വരുത്തി തീർത്ത് അവർ മുന്നോട്ട് പോയത് കൊണ്ട് വഴികളെല്ലാം അടച്ചാണ് അവർ മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു സമയം അവർക്ക് ആ വഴികളൊന്നും തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിങ്ങളിലേക്ക് എത്രയും വേഗം എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരടച്ചു പോയ വഴികൾ അവർക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടിയും ചില വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ചില വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു കോൾ മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. വന്ന് പറയും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, ഞാൻ മറ്റു ചില വ്യക്തികളെ ഞാൻ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ മറ്റ് പലതിലേക്കും അട്രാക്റ്റ് ചെയ്യപ്പെട്ടു പോയി, നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെയും കാണുന്നുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയായിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും മറച്ചിരുന്നു. ശരിയായ ഫേസ് അല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നത്. 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറയ്ക്കുന്നത് കാരണം നിങ്ങൾ പല വേദനയിൽ കൂടി കടന്നുപോയി. നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റുന്നില്ല, ഇതിൽ നിൽക്കണമോ, നിങ്ങൾ ഇതിൽ നിന്നൊക്കെ ശരി, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചതിക്കുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും കുറച്ച് സമയം ആ സ്നേഹം, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പിന്നും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു വേദന, 9 ഓഫ് സോഡിൻ്റെ വേദനയിൽ നിന്ന് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നില്ല. ഒരു അല്പസ്നേഹം, ഒരിറ്റ് സ്നേഹം തന്നുകൊണ്ട് ജീവിതകാലം മൊത്തവും ഒരു പെയിൻ സിറ്റുവേഷനിൽ കൊണ്ട് നിർത്താനാണ് നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും നിങ്ങളോട് ശ്രമിച്ചിരുന്നത്. അതെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പല രഹസ്യങ്ങളും ഒളിപ്പിച്ച് വെച്ചു ശരിയായ ഫേസ് നിങ്ങളുടെ മുന്നിൽ കാണിക്കാതെ അവരുടെ ശരിയായ സ്വഭാവം എന്ന് പറയുന്നത് ഒരു റൂഡ് സ്വഭാവമാണ്. എന്നാൽ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും മാന്യതയുള്ളതും ഏറ്റവും കുലീനയുള്ളതുമായിട്ടുള്ള സ്വഭാവങ്ങളാണ് നിങ്ങളിൽ പ്രകടമാക്കിയിരുന്നത്. ദൈവിക കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരുന്നത്. പക്ഷേ അവർക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. ഓക്കെ, കൂടെ നിൽക്കുന്ന വ്യക്തികളെ ഒരുപാട് ചീറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേദനിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കുക, അവരുടെ ഉള്ളുകൊണ്ട് സന്തോഷിക്കുക. പക്ഷേ അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. പക്ഷേ അതൊക്കെ അവരിപ്പോൾ
തിരിച്ചറിയുന്നു. അവരുടെ കർമ്മ അവരെ അതെല്ലാം പഠിപ്പിച്ചത് കൊണ്ട് ആ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് അവർക്ക് മറ്റു വ്യക്തികളിൽ നിന്നും തിരിച്ചടി കിട്ടിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, നിങ്ങളുടെ മെസ്സേജ്, ഫോട്ടോസ്, നിങ്ങൾ കൊടുത്ത ഗിഫ്റ്റുകളെല്ലാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പേജ് ഓഫ് പെൻറ്റിക്കിളാണ് വീണ്ടും വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയത്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണ് ഒരിക്കലും ഒരു ഹെൽത്ത് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണ് ലഭിച്ചിട്ടില്ല. ചില വ്യക്തികളുടെ ബ്ലാക്ക് എനർജികൾ നിങ്ങളുടെ റിലേഷനെ തകർത്തിരുന്നു. നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ചില വ്യക്തികളുടെ ബ്ലാക്ക് എനർജി നിങ്ങളെ മാനസികമായും തകർത്ത് വിട്ടുപോകുന്നതിന് ആ ബ്ലാക്ക് എനർജി ഒരുപാട് പ്രവർത്തനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആ ബ്ലാക്ക് എനർജി ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ബ്ലാക്ക് എനർജി ഇപ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ. കാരണം ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ, ഈ റിലേഷനെ കുറിച്ച് ഒരു ആക്ഷനും എടുക്കാതെ, കാരണം ചുറ്റും വാളുകളാണ്, മാനസിക ബലം തകർത്ത്, നിങ്ങൾ പരസ്പരമുള്ള മാനസിക ബലങ്ങളെ തകർത്തുകൊണ്ട് ഈ റിലേഷന് വേണ്ടി ഒരു ആക്ഷനും എടുക്കരുത് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും എടുക്കാൻ പാടില്ല. ഈ റിലേഷൻ്റെ ഒരു പോസിറ്റീവ് നിങ്ങൾ കാണാനും പറ്റില്ല, നിങ്ങളുടെ പേഴ്സൺ കാണാനും പറ്റില്ല എന്നുള്ള രീതിയിൽ തകർത്തുകൊണ്ട് ഈ ബ്ലാക്ക് എനർജി, സാമ്പത്തിക നഷ്ടം, നിങ്ങൾ മാനസികമായും നിങ്ങൾ ശാരീരികമായും രോഗത്തിൽ കൂടി നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റി മാറ്റിയ ഒരു ബ്ലാക്ക് എനർജി ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ബ്ലാക്ക് എനർജി നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നു. നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ്ങും നിങ്ങളുടെ പോസിറ്റീവ് പ്രാർത്ഥനയും കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി പേജ് ഓഫ് പെൻറ്റിക്കിൾ നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം ബാലൻസിങ്ങിൽ കൊണ്ടുവരണമെന്നും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട്, ഒരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ വേണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. കാരണം ഈ ഒരു റോയിൽ വന്നിരിക്കുന്നത് മുഴുവനും ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പെയിൻ സിറ്റുവേഷനുള്ള കാർഡ്സുകളാണ് വന്നിരിക്കുന്നത്. ചില വ്യക്തികൾ ഇപ്പോഴും ബ്ലാക്ക് എനർജിയിൽ തന്നെയാണ്. മറ്റ് ചില വ്യക്തികൾ ബ്ലാക്ക് എനർജിയിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് അല്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ബ്ലാക്ക് എനർജി മാറുന്നു എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും യാതൊരു കാഴ്ചപ്പാടും നിങ്ങളുടെ റിലേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചോ ചിന്തിക്കാത്ത വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ കണ്ണിൽ കെട്ടിയിരിക്കുന്ന കെട്ടുകളും എല്ലാം അഴിഞ്ഞു തുടങ്ങുന്നു. പൂർണ്ണമായിട്ടും അഴിഞ്ഞു എന്നല്ല പറയുന്നത്, അഴിഞ്ഞു തുടങ്ങുന്നുണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളിലേക്ക് ചിന്ത വരുന്നുണ്ട്, നിങ്ങളിലേക്ക് കടന്നു വരണം. ആ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഓഫർ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് സോഡാണ്, ചീറ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങളെ ചതിച്ച് നിർത്തിയിട്ട് പോയതാണെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് ചില വ്യക്തികളുടെ ഇടപെടൽ മൂലം. ഓക്കെ, ഇത് സെയിം എനർജി, തൊട്ട് താഴെ വന്നിരിക്കുന്നതും അതേ എനർജി തന്നെയാണ്. 5 ഓഫ് സോഡ് തന്നെയാണ്. ഇതും 5 ഓഫ് സോഡ് തന്നെയാണ്. ഇതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നത് അത് തന്നെയാണ്. നിങ്ങളെ ചതിച്ചു, നിങ്ങളെ മനഃപൂർവ്വമായി പറ്റിച്ചു. മറ്റൊരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കയറി വന്നിട്ട് നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നിങ്ങളിൽ നിന്നും നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി, നിങ്ങളെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടി മറ്റ് ചില വ്യക്തികളെ ഇടപെടൽ മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പൂർണ്ണമായി ബന്ധിച്ച് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ്. ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണിക്കുന്നത്. മറ്റ് ചില വ്യക്തികൾ വന്നിട്ടാണ് നിങ്ങളുടെ റിലേഷന് ഇങ്ങനെ വരുത്തി തീർക്കുകയായിരുന്നു. ചിലപ്പം ബ്ലാക്ക് മാജിക് ആയിരിക്കാം ചില വ്യക്തികൾക്ക് അവരുടെ നിരന്തരമായിട്ടുള്ള ബ്രെയിൻ വാഷ്, നിരന്തരമായിട്ട് ഫോൺ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞ് ആ ഒരു നെഗറ്റീവ് അഫർമേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലേക്ക് കടത്തിവിട്ട് നിങ്ങളെ ചതിക്കുന്നതിന് ചില വ്യക്തികൾ, മൂന്നാമത്തെ ആൾ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നു. അത് 100% ആണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദ ഹെയറോഫന്റ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ നേർക്ക് ചില മന്ത്രവാദികളുടെ ചില പ്രവർത്തനങ്ങൾ, ചില പൂജാ വിധികൾ നടത്തിയിരിക്കുന്നു. അതും 100% ഉറപ്പാണ്. നിങ്ങളുടെ റിലേഷൻ പൂർണ്ണമായും തകർത്ത്
വീഴണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തേർഡ് പാർട്ടി ചെയ്തിരിക്കുന്നതായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷനെ പൂർണ്ണമായി മൂടിക്കെട്ടി വെക്കുന്നതിന് എല്ലാം ഇവിടെ ഒരു ചാവി കാണുന്നുണ്ട്. ആ ചാവി നിങ്ങളുടെ റിലേഷനെ അവസാനിപ്പിച്ചുകൊണ്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു ചാവിയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു ചാവി നിങ്ങളായിട്ട് നിങ്ങളുടെ പോസിറ്റീവായിട്ട് നിന്നെങ്കിൽ മാത്രമേ ദൈവവുമായിട്ടുള്ള നല്ല രീതിയിലുള്ള യൂണിവേഴ്സിൻ്റെ പവർ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ഇത് നിങ്ങളുടെ റിലേഷനെ ഓപ്പൺ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മറ്റുള്ള വ്യക്തികൾ നിരന്തരമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങളുടെ റിലേഷൻ തകരാനുണ്ടായ കാരണം. ഓക്കെ, ഒരു പ്രാവശ്യമല്ല, നിരന്തരമായിട്ട് ദ ഫൂൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഒരു കുഴിയിലേക്ക് വീഴണം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചില ഭ്രമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് ഒരു ചതിയിലേക്ക് തള്ളിയിടുന്നതിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി, ഇവിടെ 5 ഓഫ് സോഡ് വന്നിട്ടുണ്ട്. തേർഡ് പാർട്ടി ചെയ്ത ചില കാര്യങ്ങളിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കുഴിയിലായി പോയിരിക്കുന്നത്. ചില ദുർമന്ത്രങ്ങൾ, ദുർമന്ത്രങ്ങളെല്ലാം, ചില വിളിദോഷങ്ങൾ, ചില ആവശ്യമില്ലാത്ത ചില നെഗറ്റീവ് സംഭാഷണങ്ങൾ, നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ദുർസംഭാഷണങ്ങളൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ തകർക്കാൻ ഇടയായത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഫൂളിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ, ഇതുവരെയും നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടു പോയിട്ടില്ല എങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങൾ വഴക്കിന് നിൽക്കുക. നിങ്ങൾ എന്നോട് കോൾ ചെയ്യാത്ത എന്ത്, എന്നെ വിളിക്കാത്തത് എന്ത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും വിട്ടുപോകും. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾ റെമഡി ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. അല്ലാതെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ നിങ്ങൾ വഴക്കിട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്നേക്കുമായിട്ട് നിങ്ങളിലേക്ക് നിന്ന് വിട്ടുപോകുന്ന പ്രവർത്തികൾ ഇവിടെ തേർഡ് പാർട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? നൈറ്റ് ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 6 ഓഫ് സോഡ് എല്ലാം സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒന്നുകിൽ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഡിപ്രഷനാണ്, ഉറക്കങ്ങളില്ലാത്ത അവസ്ഥയാണ്. ചില സമയങ്ങളിൽ അർദ്ധരാത്രികളിലൊക്കെ എഴുന്നേറ്റിരുന്ന് കരയുന്ന അവസ്ഥകൾ ഒന്നുകിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ എനർജി ഉള്ളത്. ജീവിതം മുഴുവനും ഒരു അന്ധകാരത്തിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു നിമിഷം ഇരിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരണമെന്നും ഒരു ഓഫർ തരണമെന്നും നിങ്ങളെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ചെയ്ത തെറ്റുകൾക്ക് അവർ പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ വഴികളെല്ലാം അവർക്ക് അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അടഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് ഉള്ളത്. 6 ഓഫ് സോഡാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓഫർ തരണമെന്നും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. നിങ്ങളുടെ എനർജി കൂടി എടുക്കാം. ക്യാൻസർ, സ്കോർപ്പിയോ, സ്പൈസീസ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂസിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ലൈഫിൽ ഇപ്പോൾ തകർച്ച എന്താണോ ആ തകർച്ചയെ നിങ്ങൾ മറികടന്നിരിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കടന്നിരിക്കുന്നു. ഇപ്പം ഈ ഒരു നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വേദനകൾ സഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഈ ഒരു സമയം അതിനെല്ലാം ടവർ കൊണ്ടുവന്നിരിക്കുന്നു. എനിക്കിനി ഞാൻ മടുത്തു, എല്ലാം യൂണിവേഴ്സിലേക്ക് ഞാൻ സറണ്ടർ ചെയ്തിരിക്കുന്നു. യൂണിവേഴ്സിന് എന്താണോ ചെയ്യാൻ കഴിയുന്നത് എൻ്റെ ലൈഫിൽ ചെയ്യട്ടെ, എനിക്കായിട്ട് ഇനി മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ചെയ്തതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി ദൈവത്തിൻ്റെ വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിലും ഇപ്പം സാമ്പത്തികമായിട്ടാണെങ്കിലും ശരി തന്നെ
അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ ആകെ തകർന്ന അവസ്ഥയാണ്. ആ ഒരു തകർന്ന അവസ്ഥയെ നിങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി എനിക്ക് ഇങ്ങനെ തകർന്നും തളർന്നും ഇരിക്കാൻ കഴിയില്ല. എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെക്കുറിച്ച്, എൻ്റെ സന്തോഷത്തെക്കുറിച്ച് എനിക്ക് കാണണം. പേജ് ഓഫ് സോഡ്, മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകണം, ഒരു സ്റ്റാർട്ടിങ് എൻ്റെ ലൈഫിൽ വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് കുതിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒന്നിനെ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം കമൻറ്റ് ചെയ്യുക. ഓക്കെ, പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏസ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? രണ്ടും ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ സ്റ്റാർട്ടുകൾ ചെയ്തിരിക്കുന്നു, പുതിയതായിട്ട് പല കാര്യങ്ങളും പല വ്യക്തികളുടെ ലൈഫിലും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ചിലവരുടെ മനസ്സ് ഒരുപാട് സ്ട്രോങ് ആയിരിക്കുന്നു. പേജ് ഓഫ് സോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഷാർപ്പ് മൈൻഡായി മാറിയിരിക്കുന്നു. ഇതുവരെയും തളർന്ന് കരഞ്ഞിരുന്ന വ്യക്തികളെല്ലാം ഇപ്പോൾ ഷാർപ്പ് മൈൻഡായിട്ട് മാറിയിരിക്കുന്നു. ചില വ്യക്തികളുടെ ലൈഫിൽ ഗ്രോത്ത് സംഭവിക്കാൻ പോകുന്നു. പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. എന്ത് ഗ്രോത്താണ്? അത് സ്റ്റാറാണ് വരുന്നത്. നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുകയും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളൊരു ഹീറോ ആകാൻ പോകുന്നു. ഓക്കെ, ഹെയറോഫെൻസിൻ്റെ കാർഡ് കൂടി വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന വ്യക്തികളായി മാറുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വാക്ക് സംസാരങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ള വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സുകളാണെങ്കിലും അല്ലെങ്കിൽ വീട്ടുകാരാണെങ്കിലും നിങ്ങളെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വാക്കുകളെ അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെ തള്ളിക്കളഞ്ഞ ഭാഗത്തു നിന്നെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത്. എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്താണോ മനസ്സിൽ അഫർമേഷൻ ചെയ്തിരിക്കുന്നത് അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ഒരുപാട് ആരാധകർ ഉണ്ടായിരിക്കുന്നു. ഓക്കെ, നിങ്ങളും ഒരു സ്റ്റാറിനെ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. മറ്റു ചില വ്യക്തികൾ ഇന്നേ ദിവസം നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണാൻ ഇടയുണ്ട്. ഓക്കെ, അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരുന്നതായിരിക്കും. ഒന്നുകിൽ കോൾ മെസ്സേജ് ആയിരിക്കാം, നിങ്ങളുടെ പഴയ സുഹൃത്താകാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവാസി ആകാനുള്ള സാധ്യതയുണ്ട്. ജോലിസ്ഥലത്തോ മറ്റോ കണ്ട് പരിചയപ്പെട്ട വ്യക്തികളായിരിക്കാം, അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. യാത്രാമധ്യത്തിൽ കണ്ട വ്യക്തികളായിരിക്കാം, അവർ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്ന് കോണ്ടാക്റ്റ് ചെയ്യുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിളാണ്. കുടുംബ സംബന്ധമായിട്ട് ചില വ്യക്തികൾ നിങ്ങളിലേക്ക്, വർഷങ്ങളായിട്ട് കാണാതിരുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കാണാൻ വരുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് 9 ഓഫ് സോഡിൻ്റെ എനർജി, നിങ്ങളെ ഒരുപാട് തകർത്തു പോയ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗിഫ്റ്റുമായിട്ട് നിങ്ങളെടുത്ത് വരുന്നതായിരിക്കും. കോൾ മെസ്സേജ് വരാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ബ്ലാക്ക് എനർജി വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതാണ്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആയിരുന്ന വ്യക്തിയായിരുന്നു. ചില വ്യക്തികൾ നിങ്ങളിലേക്ക് ബ്ലാക്ക് എനർജികൾ പടർത്തിയിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഇവിടെ ഒരു സൂര്യോദയം, സണ്ണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ഈ ഒരു വാളുകളെല്ലാം തറച്ചിരിക്കുന്നത് നിങ്ങളുടെ ബാക്ക് ബോണിലാണ്, നട്ടലിലാണ് തറച്ചിരിക്കുന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും എഴുന്നേൽക്കരുത് എന്ന് വിചാരിച്ച് ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സൻ്റെ തേർഡ് പാർട്ടി, നിങ്ങളുടെ തേർഡ് പാർട്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ ബ്ലാക്ക് എനർജിയുടെ സഹായത്താൽ നിങ്ങളെ നിങ്ങളെ തകർത്തിട്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളുടെ പ്രാർത്ഥന, ഇവിടെ കാണുന്ന ആ ഒരു വൈറ്റ് കളർ എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൽ നിങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം, സ്പിരിച്വൽ സപ്പോർട്ടാണിത്. ഇവിടെ ഹെയറോഫെൻറ്റിൻ്റെ മുദ്രയും വന്നിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ തകർത്ത് കളയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അനുഭവിച്ചിരുന്ന ആ ബ്ലാക്ക് എനർജി എല്ലാം വിട്ടിട്ട് ഇവിടെ സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് KDB മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? കിങ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ
ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സാമ്പത്തികമായി തകർത്തിട്ടുണ്ടോ, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങളെ തകർത്തിട്ടുണ്ടോ, നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ട് നിങ്ങളെ തകർത്തിട്ടുണ്ടോ, അതിനെല്ലാത്തിനും കിങ് ആണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് പെൻഡിക്കിൾ. നിങ്ങളിലെല്ലാം തിരിച്ചു പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ അത്രയ്ക്കും സ്ട്രോങ് ആകും. നിങ്ങൾ രാജാതിരാജനായി മാറും. നിങ്ങളെ തകർത്ത ഒരു ഭിക്ഷക്കാരനെ പോലെ നിങ്ങളുടെ പേഴ്സൻ്റെ പിന്നിലൂടെ നിങ്ങൾ യാചിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെങ്കിൽ, എന്നെ കോൾ ചെയ്തില്ല, എന്നെ കാണാൻ വന്നില്ല, എന്നെ നോക്കിയില്ല, എടുത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളതെങ്കിൽ, നിങ്ങളെ കാണുന്നതിന് വേണ്ടി, നിങ്ങളുടെ കോൾ മെസ്സേജിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്താൻ പോകുന്നു. ഈ സണ്ണ് നിങ്ങളുടെ മേൽക്കാണ് ഉയർന്നു വരുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യുക എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു രാജാതിരാജനായിട്ട് ഇരിക്കുന്നതും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ ഒന്ന് കാണുന്നതിനും മിണ്ടുന്നതിനും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടെമ്പറൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ലൈഫിലെല്ലാം ബാലൻസിങ്ങിൽ വരാൻ പോകുന്നു. സാമ്പത്തികമാണെങ്കിലും ഇമോഷണൽ പരമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വന്നിട്ട് നിങ്ങൾക്കൊരു സണ്ണാണ് ഉദിക്കാൻ പോകുന്നത്. ദ കിങ് ഓഫ് കപ്പ്. എനിക്ക് വയ്യ, നിങ്ങൾ തീർച്ചയായിട്ടും കിങ്ങായിട്ട് മാറാൻ പോകുന്നു. അതിൽ 100 പറയുന്നത്. ഇതുവരെയും നിങ്ങൾ ഭിക്ഷക്കാരായിട്ട് അവരുടെ മുമ്പിൽ യാചിച്ച് നിന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റുള്ളവർ വന്നു ചേരുവാൻ പോകുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമാണോ സാമ്പത്തികമാണോ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ സമയമാണ്, ഇനി നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കെല്ലാം ബാലൻസിങ്ങിലേക്ക് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളുടെ അധികാരങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ചിലപ്പം ഭർത്താവിൻ്റെ അധികാരമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ അധികാരമായിരിക്കാം, നല്ലൊരു ലവേഴ്സിൻ്റെ അധികാരമായിരിക്കാം. അതെല്ലാം തകർത്തെറിഞ്ഞത് ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുന്നൊരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ജോലി സംബന്ധമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിലേക്ക് കയറിയിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഈ എനർജി എത്രയും പെട്ടെന്ന് തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് വന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സിൻ്റെ അതിശക്തമേറിയ എനർജി എൻ്റെ കൊണ്ടിരിക്കുന്ന വ്യക്തികളിലേക്ക് ഈ എനർജി പ്രവഹിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. അത്ഭുതം സംഭവിക്കട്ടെ. താങ്ക് യു യൂണിവേഴ്സ്. ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിലേക്ക് അത്ഭുതം സംഭവിച്ചതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. വീൽ ഓഫ് ഫോർച്യൂൺ. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഒരുപാട് സന്തോഷം തോന്നുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങളെ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ വ്യക്തികൾ നിങ്ങൾക്കിപ്പോൾ സമയം അനുകൂലമായിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ വന്ന് യാചിച്ച് നിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതുപോലെ കപ്പും കൊണ്ടുപോയി എന്നെ ഒന്ന് കോൾ ചെയ്യുമോ, എന്നെ ഒന്ന് വിളിക്കുമോ, എന്നെ ഒന്ന് കാണാൻ വരുമോ എന്ന് ചോദിച്ചിരുന്ന സമയങ്ങൾ തിരിഞ്ഞു കറങ്ങാൻ പോകുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് സമയം അനുകൂലമായി പ്രവർത്തിക്കും. മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ കാത്തു നിൽക്കുന്ന അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. ദയവായി നിങ്ങളാരും നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിലോട്ട് പോയി വീണ്ടും മെസ്സേജ് അയച്ച്, ഇന്നലെയും മെസ്സേജ് അയച്ച് എനിക്ക് റിപ്ലൈ ഇല്ല, ഇന്നും മെസ്സേജ് അയച്ച് എന്നെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നവർക്ക് മാത്രമുള്ള എനർജിയാണിത്. മറ്റുള്ളത് വീണ്ടും പേഴ്സനെ ചേസ് ചെയ്തു പോകുന്ന വ്യക്തികൾക്കുള്ള എനർജിയേ അല്ല. അവർക്കിത് സംഭവിക്കത്തില്ല. ഈ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത വ്യക്തിയാണോ, നിങ്ങൾ ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ടവർ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ടവർ കൊണ്ടുവന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണോ, എൻ്റെ പേഴ്സൺ എന്ത് ചെയ്യുക, എൻ്റെ പേഴ്സൻ്റെ സ്റ്റാറ്റസും അല്ലെങ്കിൽ എൻ്റെ പേഴ്സൻ്റെ അക്കൗണ്ടിൽ കയറി എൻ്റെ പേഴ്സൺ നല്ലതുപോലെ ഇരിക്കുന്നോ ചീത്തയായി ഇരിക്കുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല ഈ ഒരു സിറ്റുവേഷൻ. എന്തായാലും ഞാൻ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത വ്യക്തികൾക്ക് മാത്രമുള്ള എനർജിയാണിത്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ മുമ്പിൽ യാചിച്ച് തന്നെ നിൽക്കേണ്ടി വരും. ഓക്കെ, ഇത് ആ ഒരു സിറ്റുവേഷൻ മാറി തൻ്റെ ആത്മാവിനെ സന്തോഷിപ്പിച്ച് നിർത്തുന്ന വ്യക്തികൾക്കുള്ള അനുഗ്രഹമാണ്. നിങ്ങളുടെ ആത്മാവെന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമല്ല, യൂണിവേഴ്സിൻ്റെ സ്വന്തമാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്ന ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. ആ ഉള്ളിലിരിക്കുന്ന ശക്തിയെ നിങ്ങൾ സന്തോഷിപ്പിക്കാതെ നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഓടിപ്പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രമായിട്ട് നിങ്ങളെ ഒരു ക്ഷേത്രമായിട്ട് കാണുക. അതിലൊരു വിഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ ആത്മാവ്.
ആ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അന്ധകാരത്തിലാണ്. ഓക്കെ, നിങ്ങൾ സ്വയം സന്തോഷിക്കുക. നിങ്ങൾ സന്തോഷിക്കുന്നെങ്കിൽ മാത്രമേ സന്തോഷങ്ങൾ നിങ്ങളെ തേടിയെത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് മറ്റമ്പലങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റു വ്യക്തികളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോസ് നോക്കി അവരുടെ പിറകെ നടന്ന് അവർക്ക് നിവേദ്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പട്ടിണിയാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നാണോ നിങ്ങൾ ടവർ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആത്മാവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്, അന്ന് മുതൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു രാജാവിനെ പോലെ മാറുകയുള്ളൂ. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെ യാചിപ്പിച്ച് പിറകെ നടത്തിയിരുന്ന വ്യക്തികൾ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ. ഓക്കെ, സ്വയം സന്തോഷിക്കുന്ന വ്യക്തികൾക്ക് മാത്രമുള്ള എനർജിയാണ് മറ്റുള്ളവർക്ക് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ പിറകെ നടന്ന് അവർ സ്റ്റാറ്റസ് അവരുടെ അക്കൗണ്ടിൽ കയറിയിട്ട് അവരിപ്പോൾ തേർഡ് പാർട്ടിയോട് ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവർക്ക് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ, ഇത് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത വ്യക്തികൾക്ക് മാത്രമുള്ള എനർജിയാണ്. കാരണം അവർക്കിപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. ഇതുപോലെ അനുഭവിച്ചിട്ട് കരഞ്ഞ് തളർന്നിട്ടും പേഴ്സണിലേക്ക് തിരിച്ചു പോകാതെ സ്വയം വേദനിച്ചിട്ടും ദൈവത്തിൽ മാത്രം അർപ്പിച്ച് ഈ ഒരു ടവർ കൊണ്ടുവന്ന വ്യക്തികൾക്ക് മാത്രമുള്ള എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിലേക്ക് ഇത് എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കട്ടെ. എൻ്റെ വ്യൂവേഴ്സിനെ രാജാതിരാജനാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്ന വ്യക്തികൾ അവരുടെ മുമ്പിലേക്ക് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്ന് വിശ്വസിക്കുന്നു. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞാൻ ക്ലൂസുകൾ ഇടാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ജോലി സ്ഥലത്താണ് ക്ലൂസുകളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം ക്ലൂസുകൾ ഞാൻ അങ്ങ് ചെന്നതിന് ശേഷം ഞാൻ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു.